ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാല്ലേ. അങ്ങനെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അടി മൂർച്ഛിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടിക്ക് ഇതുവരെ ഒരു ശമനം വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ രേവതി ചോദിച്ചു, ഞാൻ എന്തർത്ഥത്തിലാണ് ഇവിടെ നിൽക്കേണ്ടത്? ഞാൻ നിങ്ങളുടെ ആരാണ്? നിങ്ങൾ എനിക്ക് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ എൻ്റെ ആരുമല്ല എന്ന് നമ്മുടെ രേവതിയോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ രേവതി പറഞ്ഞത് വേറൊന്നുമല്ല, നിങ്ങളുടെ ആരും അല്ലാത്ത ഞാൻ പിന്നെ എന്തിനാ ഞാൻ ഈ വീട്ടിൽ നിൽക്കണത്? അതിൻ്റെ കാര്യമില്ലല്ലോ. നിങ്ങളിപ്പോൾ എന്നോട് പറയും ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് അച്ഛൻ ദേഷ്യപ്പെടും, നിങ്ങളെ അച്ഛൻ വഴക്ക് പറയുന്നൊക്കെ. അതിനുവേണ്ടി ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളെ അച്ഛൻ വഴക്ക് പറയുമോ, നിങ്ങളോട് അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നിങ്ങൾ എൻ്റെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ ആരുമല്ല. പിന്നെ അതെനിക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത് തന്നെയാണ്. ഞാൻ പോകുക, എനിക്കിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ തറപ്പിച്ച് നമ്മുടെ രേവതി പറഞ്ഞപ്പോഴേക്കും, നീ പൊക്കോ, നീ പോകുന്നത് കൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല രേവതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ നിന്നെ പിടിച്ച് നിർത്തുന്നത് അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് നീ ഇവിടെ നിന്ന് വീട് വിട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ ഇവിടെ പിടിച്ച് നിർത്തിയേക്കുന്നത്. മതി, ഇനി കൂടുതലൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് എത്ര വെറുക്കുന്നോ അതിൻ്റെ 100 ഇരട്ടി ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ അർഹതപ്പെട്ടവളല്ല. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക. നിങ്ങളുടെ അച്ഛൻ്റെ ഒരാളുടെ വാക്കു മാത്രം കേട്ടാ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത്, അതുപോലെ നിങ്ങളുടെ മുത്തശ്ശി പറഞ്ഞത് എന്നെ പൊന്നുപോലെ നോക്കും. നിങ്ങളുടെ സ്വഭാവം ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നിങ്ങളെന്തോ വലിയ മനസ്സുള്ളവനാണ് എന്നൊക്കെയാ. പക്ഷേ എനിക്ക് ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലായി, ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് അർഹതയില്ല. ഞാനങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിപ്പിക്കുകയോ വേണ്ട. അതുകൊണ്ട് ഞാൻ ഇറങ്ങാം. നിങ്ങളുടെ അച്ഛൻ കാരണം എൻ്റെ ജീവിതം പോയതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും, നീ കുറേ നേരമായി എൻ്റെ അച്ഛനെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. എൻ്റെ അച്ഛൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? നിനക്ക് ആ ഒരു സമയത്ത് എൻ്റെ അച്ഛനൊരു അഭയം തന്നത്. നിങ്ങളുടെ അച്ഛൻ തന്നെ അഭയം അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നോട്, എനിക്കിവിടെ സുഖമായിരിക്കും, എന്നെ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ. അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടി. വെറും 50 ലക്ഷം രൂപയ്ക്ക് വിലക്കെടുത്ത എന്നെ ഇവിടെ ഇനി പിടിച്ച് നിർത്താമെന്ന് നിങ്ങളല്ല, നിങ്ങളുടെ അച്ഛൻ വിചാരിച്ചാലും നടക്കില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കൈ ഒങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. നീ എൻ്റെ അച്ഛനെക്കുറിച്ച് ഇനി മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ രവീന്ദ്രൻ കടന്നു വന്നു. രവീന്ദ്രൻ വന്നിട്ട്, എന്താ മക്കളെ പറ്റിയത്? എന്താ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? എന്താ പ്രശ്നം? രേവതി, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാമല്ലോ. ഇല്ല അച്ഛാ, ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതല്ല. പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പലപ്പോഴും വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ ഈ വീട്ടിൽ നിൽക്കാനുള്ള അധികാരവും അവകാശവും ഒന്നും ഇനി എനിക്കില്ല. കാരണം ഞാൻ ഈ വീടിനെ സ്നേഹിച്ചു, ഇവിടെ ഉള്ളവരെ എൻ്റെ സ്വന്തമായിട്ട് കണ്ടു. പക്ഷെ ഇവിടെ ഉള്ളവർ അങ്ങനെ എന്നെ കാണുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ ഭർത്താവ്, ആ ഭർത്താവ് എന്നെ വെറും ഒരു പെണ്ണായിട്ട് മാത്രമാണ് ഇവിടെ കാണുന്നത്. പിന്നെ എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്? അതും അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മകൻ എന്നെ ഇവിടെ അയാളുടെ ഭാര്യയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. ആ അംഗീകാരം എനിക്ക് വേണ്ട, ആ അംഗീകാരം എനിക്ക് ആവശ്യമില്ല. പിന്നെ ഇതിനെല്ലാം കാരണക്കാരൻ അച്ഛൻ തന്നെയാണ്. അച്ഛനാ എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത്. എൻ്റെ അനിയത്തിയുടെയും അനിയൻ്റെയും അമ്മയുടെയൊക്കെ അടുത്ത് ഞാൻ സന്തോഷത്തോടെ ജീവിച്ചിരുന്നതാ. അവിടെ എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതും പേറി ഞാൻ എൻ്റെ കുടുംബത്തെ നല്ലതുപോലെ നോക്കിയിരുന്നതാ. അവിടെ നിന്നൊക്കെ എന്നെ പിടിച്ചെടുത്തോണ്ട് വന്ന് വെറും 50 ലക്ഷം രൂപയ്ക്ക് വിലക്ക് മേടിച്ച ഒരാളാക്കി മാറ്റിയില്ലേ? അത് അച്ഛൻ കാരണമാണ്. അച്ഛൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണം. അതുകൊണ്ട് ഈ രേവതിക്ക് ഇനി ഈ വീട് അർഹതപ്പെട്ടതല്ല. അതുകൊണ്ട് രേവതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഈ രേവതി ഇവിടെ കാണില്ല. ഈ വീട്ടിൻ്റെ മരുമോളാകാൻ രേവതിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ബാഗിൽ നിന്ന് സാധനങ്ങളെല്ലാം വലിച്ചു ചാടിക്കുകയാണ്. ഏതായാലും രേവതി റൂമിലേക്ക് പോയി. അപ്പോഴേക്കും നമ്മുടെ സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാടാ നീ അവളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ, നീ ദ്രോഹിച്ചില്ലെങ്കിലും, നീ അവളെ സ്നേഹിച്ചില്ലെങ്കിലും നീ ദ്രോഹിക്കാതിരുന്നാൽ പോരെ? എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ അതുപോലെ സംസാരിച്ചത്? അവളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ച് കാണും. അതുകൊണ്ടല്ലേ ആ പെങ്കൊച്ചിപ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നത്. അതും നിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഇത്രയും അധികം നീ അവളെ നിഷേധിച്ചപ്പോൾ അവൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായെന്ന് നിനക്കറിയില്ല. കാരണം നിനക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ വേണ്ട, നീ എനിക്കൊരു അധികപ്പറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ നീ സഹിക്കുവോ? ഇല്ലല്ലോ. ആ ഒരവസ്ഥയാ.
അവളുടെ രക്ഷകർത്താവ് ആകേണ്ട നീയാ ഇപ്പം അവളെ തള്ളി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ഈ മുറിവ് ഉണങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സച്ചി, നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് അവള് ഈ വീട്ടിൽ കയറി വന്നത്. നിന്റെ അച്ഛൻ കൊടുത്ത വാക്കാ തെറ്റാൻ പോകുന്നത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതി ഈ ഒരു സമയം കൊണ്ട് ഇറങ്ങി ബാഗും എടുത്തുകൊണ്ട് പോവുകയാണ്. ഏതായാലും രേവതി ഇറങ്ങിപ്പോയി. ചന്ദ്രയ്ക്ക് ഇതിലും വലിയ സന്തോഷം ഇനി കിട്ടാനുണ്ടോ? നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമായി. ചന്ദ്ര പറഞ്ഞു, എനിക്കറിയായിരുന്നു ഇതൊക്കെ തന്നെ നടക്കത്തുള്ളായിരുന്നെന്ന്. കാരണം ഇവൻ്റെ കൂടെ ഏതെങ്കിലും പെണ്ണ് ജീവിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇപ്പം എത്രയും നേരത്തെ അവൾ പോയത് നന്നായി എന്നാ ഞാൻ പറയുന്നത്. അവളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. പിന്നെ ഇവിടെ കയറി വരാൻ യോഗ്യത ഉള്ളൊരു മരുമകളല്ലായിരുന്നു അവള് എന്ന് ഞാനങ്ങ് കരുതിക്കോളാം. അത്ര മാത്രമേ ഉള്ളൂ. വാടാ സുധി എന്ന് പറഞ്ഞ് നമ്മുടെ സുധീനെ വിളിച്ചുകൊണ്ട് ഏതാണ്ട് എന്തോ പട്ടം കിട്ടിയ മട്ടിലാണ് നമ്മുടെ ചന്ദ്ര അങ്ങ് പോകുന്നത്. ഇതൊക്കെ കണ്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. രവീന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ രേവതി ഇങ്ങനെ പോകുന്നത് കണ്ട് ചങ്ക് പൊട്ടി വിഷമത്തോടു കൂടി താൻ കാരണമാണല്ലോ ഒരു പെണ്ണിന് ഇങ്ങനത്തെ ഒരു ഗതി വന്നത് എന്ന ആ ഒരു ഇത് മനസ്സിലുണ്ട് കേട്ടോ. കാരണം എത്ര പ്രതീക്ഷയോട് കൂടിയായിരിക്കും രേവതി നമ്മുടെ സച്ചിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത്. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും രേവതിക്ക് മാറ്റിയെടുക്കാൻ പറ്റും സച്ചിനെ ഒന്ന് ധാരണയുണ്ടായിരുന്നു നമ്മുടെ രേവതിക്ക്. ആ ഒരു ധാരണയോട് കൂടി തന്നെയാണ് ഇത്രയും നാളും പ്രതീക്ഷയോടുകൂടി ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, നാളെ സച്ചി സ്നേഹിച്ച് തുടങ്ങും, നാളെ സച്ചി നന്നായി തുടങ്ങും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ രേവതിയുടെ മനസ്സിലൊരു വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചത്തിലാണ് ഇപ്പം എന്താ പറയുക, ആ ഒരു വെളിച്ചം മാറി ഇപ്പം ഇരുട്ട് മാത്രമാണ് നമ്മുടെ രേവതിയുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രേവതി ഇറങ്ങിപ്പോയതും. അങ്ങനെ രേവതി ഇറങ്ങി വീട്ടിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴേക്കും അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. കാരണം ഇരു കൈ നീട്ടി അമ്മ സ്വീകരിക്കില്ല എന്ന് നമ്മുടെ രേവതിക്ക് അറിയാം. എങ്കിൽ പോലും മോളെ സാരമില്ല, പോട്ടെ, കുറച്ച് ദിവസമെങ്കിലും ഇവിടെ നിൽക്കാമെന്ന് രേവതിയുടെ അമ്മയുടെ വായിൽ നിന്ന് വീഴുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ രേവതി ഇവിടെ നിന്ന് വീട് വിട്ടിറങ്ങിയത്. അല്ലെങ്കിലും സ്വന്തം വീടാണല്ലോ, വേറെ എവിടെയും അഭയമില്ലെങ്കിലും സ്വന്തം വീട്ടിൽ ഒരഭയം കിട്ടും എന്ന് നമ്മുടെ രേവതിയുടെ പ്രതീക്ഷ തെറ്റുകയാണ്. അവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെ ഈ വീട്ടിൽ ഇവരെത്രമാത്രം നമ്മുടെ രേവതിക്ക് മുറിവേൽപ്പിച്ചോ അതിൽ കൂടുതലും മുറിവാണ് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്നത്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അത് കിട്ടുമ്പോൾ അത് വലിയൊരു ആഴം ഏറിയൊരു മുറിവാവില്ല. പക്ഷെ സ്വന്തം വീട്ടിൽ താനൊരു അധികപ്പറ്റാണെന്നും വിവാഹം കഴിഞ്ഞ പെണ്ണ് താമസിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണെന്നും അവിടുത്തെ ആട്ടും തുപ്പും കേട്ട് തന്നെ അവിടെ കിടക്കണമെന്നൊക്കെ പറയുമ്പോഴേ ഒരു പെണ്ണിനുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മുടെ രേവതിക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ രേവതി അവിടെ കയറി ചെല്ലുകയാണ്. അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും സ്വാഭാവികം ഭർത്താവ് കൂടെ ഇല്ല. എന്താ പറയുക ലക്ഷ്മി, എന്താ നീ തന്നെ വന്നത് എന്ന് ചോദിച്ചു രേവതിയോട്. രേവതി പറഞ്ഞു, ഞാൻ തന്നെ വന്നത് വേറെ ഒന്നുമല്ല, ഇനി എന്നും ഞാൻ തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. എന്താ മോളെ, എന്താ അവിടെ ഉണ്ടായത്? അവിടെ ഉണ്ടായത് എന്താണെന്ന് അമ്മയ്ക്ക് കേൾക്കണോ? അല്ല, അത് കേട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സമാധാനമാവുമോ? അമ്മ ഒറ്റയൊരുത്തിയല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി മാറ്റിയത്. ഞാൻ പറഞ്ഞതാ അന്ന് എനിക്ക് വിവാഹം വേണ്ടാന്ന്. അപ്പം അമ്മയല്ലേ എന്നെ തള്ളി കയറ്റി ആ വിവാഹ മണ്ഡപത്തിലേക്ക് വിട്ടത്. ഇപ്പം എല്ലാവർക്കും തൃപ്തിയായില്ലേ? എനിക്ക് മടുത്തു, ആ ജീവിതം ഞാൻ മടുത്തു. ഞാൻ ആ ജീവിതം ഉപേക്ഷിച്ചിട്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്താ മോളെ നീ പറയുന്നത്? മടുത്തെന്നോ? ഇത്ര ദിവസം കൊണ്ട് മടുത്തെന്നോ? മോള് ജീവിതം കണ്ടിട്ടില്ല, അതുകൊണ്ടാ മോൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയോട് പറയുകയാണ്. ഈ സമയത്താണ് രേവതിയുടെ ആങ്ങളെയും വരുന്നത്. അപ്പോൾ രേവതിയുടെ ആങ്ങളെ വന്നിട്ട്, ഇതെന്താ ചേച്ചി ഇങ്ങോട്ടേക്ക് വന്ന് ഇനി കുറച്ച് ദിവസം ചേച്ചി ഇവിടെ കാണുമോ എന്നൊക്കെ ചോദിക്കണം വലിയ സന്തോഷത്തോടു കൂടി. അപ്പോഴത്തേക്ക് ലക്ഷ്മി, എടാ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? കുറച്ച് ദിവസം അവളിവിടെ കാണുമോന്ന്. രേവതി, ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് വീട്ടിൽ പൊക്കോണം. ഭർത്താക്കന്മാരാകുമ്പോൾ ചെറിയ വഴക്കൊക്കെ കാണും, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ചെറിയ വഴക്കും ഇണക്കവും പിണക്കങ്ങളും ഒക്കെ കാണും. അപ്പോഴുടനെ നീ ബാഗും പെട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്രയ്ക്ക് ശരിയായ നടപടിയൊന്നുമല്ല. അമ്മയ്ക്ക് അവിടെ നടന്ന എന്താണെന്ന് കേൾക്കണോ? എന്നെ അവരെ 50 ലക്ഷം രൂപയ്ക്ക് വിറ്റതാ അവിടുത്തെ അച്ഛൻ എന്നെ 50 ലക്ഷം രൂപയ്ക്ക് മക്കൾക്ക് വിറ്റു. അങ്ങനെ വേണം പറയാൻ. സുധി എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത് അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി. എന്താ മോളെ ഞാൻ ഈ കേൾക്കുന്നത്? അതെ അമ്മേ, 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാ അയാൾ എന്നെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. എന്നിട്ട് അയാൾ 50 ലക്ഷവും കൊണ്ട് മുങ്ങി. ഇപ്പം അയാൾ തിരിച്ചവിടെ കയറി വന്നു. അപ്പം സച്ചിക്കിപ്പോൾ 50 ലക്ഷം രൂപ വേണമെന്ന് എന്നെ കൊണ്ട് നടക്കുന്നതിന്. ഇതൊക്കെ സഹിച്ച് ഞാൻ അവിടെ നിൽക്കുന്നത് എങ്ങനെയാ? ഇതൊക്കെ സഹിച്ച് ഞാൻ അവിടെ നിൽക്കണം എന്നാണോ അമ്മ പറയുന്നത്? മോളെ, അത് പിന്നെ അത് സച്ചി മനഃപൂർവ്വം 50 ലക്ഷം രൂപ ചോദിക്കുന്നൊന്നും അല്ലല്ലോ.
ഏതായാലും അത്രയും പ്രശ്നമൊക്കെ ആയില്ലോ അവിടെ. അപ്പോൾ 50 ലക്ഷം രൂപ തിരികെ കിട്ടാൻ വേണ്ടി ആയിരിക്കുമല്ലോ അവനത് ചോദിക്കുന്നത്, അല്ലാതെ നിന്നെ വിലയ്ക്ക് മേടിക്കുന്നൊന്നും അല്ലായിരിക്കും. നീ സച്ചിയുടെ മനസ്സ് മനസ്സിലാക്കാഞ്ഞിട്ടാ മോളെ. ദേ ഇനി അങ്ങനെ ഒന്നും പറഞ്ഞു പോകരുത് തന്നെ. ഞാൻ അയാളുടെ ആരുമല്ല, ഞാൻ അയാളുടെ വീട്ടിൽ നിൽക്കണ്ട, അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എന്നെ അയാൾ സ്വീകരിച്ചത് എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ അതും കേട്ട് ഞാനവിടെ നിൽക്കണോ, ഞാനവിടെ ജീവിക്കണോ? എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോളെ ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാ. ദേ മോളുടെ അച്ഛൻ അമ്മയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നതല്ലേ മോള് കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. മോളുടെ അച്ഛനുണ്ടല്ലോ, ആളാരായിരുന്നു എന്ന് മോൾക്കറിയില്ല. പക്ഷെ മക്കളുണ്ടാകുന്നതിന് മുമ്പ് വേറൊരു മുഖം അയാൾക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ അയാളെ ഇട്ടിട്ട് പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നോ? ഇല്ലായിരുന്നുവല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, എവിടെയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പൊരുത്തപ്പെട്ട് പോകണം, അങ്ങനെയാ വേണ്ടത്. ഇത് കേട്ടോണ്ടേ പെട്ടെന്ന് നമ്മുടെ ശരത്ത് ചോദിച്ചു, അച്ഛനും അമ്മയും അതിന് വഴക്ക് കൂടിയിട്ടുണ്ടോ? സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? സത്യമോ മോനെ, നിങ്ങൾ അങ്ങനെ ഒരു അച്ഛനെ കണ്ടിട്ടില്ല. നിങ്ങളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറി, അതൊക്കെ മാറ്റിയെടുത്തു അമ്മ. അതുപോലെ രേവതി, നിന്റെ കഴിവാണ് നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് നീ മാറ്റിയെടുക്കണം. നീ അവനെ മാറ്റിയെടുത്ത് നല്ല രീതിയിലാക്കണം. പിന്നെ അവൻ്റെ സ്വഭാവം മാറ്റണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവൻ്റെ സ്വഭാവം നല്ല സ്വഭാവം തന്നെയാണ്. പിന്നെ നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചത് പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാതെയാണ്. അതിൻ്റെ കുറച്ച് കാലതാമസം പിടിക്കും അവന് നിന്നെ അംഗീകരിക്കാൻ. അത് അതിൻ്റെതായ രീതിയിൽ കണ്ടാൽ മതി. പിന്നെ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഇപ്പോൾ അർഹതയില്ല. നിൻ്റെ വീട് ഇതല്ല, അത് നീ കരുതിയാൽ മതി. അതുകൊണ്ട് നീ ഇപ്പോൾ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു വെള്ളം കുടിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അമ്മയുടെ ഒരു സ്നേഹം, ആങ്ങളയുടെ പെങ്ങളുടെ ഒരു സ്നേഹം എന്ന് മാത്രം കരുതി വന്നാൽ മതി. അല്ലാതെ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഭർത്താവുമായിട്ട് വരണം. അല്ലാതെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങാനാ പറഞ്ഞത് വീട്ടിന് വെളിയിൽ നിന്ന്. ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് വല്ലാണ്ടങ്ങ് ഷോക്കായിപ്പോയി. എന്ത് ചെയ്യാനാണ്? ഒരുപാട് പ്രതീക്ഷയും കൂട്ടിക്കെട്ടി ഉറപ്പിച്ച് വന്ന നമ്മുടെ രേവതി അമ്മയുടെ വായിൽ നിന്ന് കേട്ടത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. പിന്നെ നമ്മുടെ രേവതി സഹിക്കുമോ? ഏതായാലും ഇതേ സമയമായിക്കോട്ടെ, നമ്മുടെ രവീന്ദ്രൻ ഒരന്തവും കുന്തവും ഇല്ലാതെ ഇരിക്കുക തന്നെയാണ്. കൂടെ ചന്ദ്രയുടെ കുറേ കുത്തുവാക്കുകളും. ചന്ദ്രയാണെങ്കിലും നിങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങളിപ്പം നിങ്ങളുടെ മരുമകളെ കയറ്റി അങ്ങോട്ട് വെക്കാമെന്നല്ലേ? എന്നിട്ടിപ്പോൾ എന്താ പറ്റിയത്? മരുമകൾ എന്താ ചെയ്തത്? ഇട്ടിട്ട് പോയില്ലേ? അവളല്ലെങ്കിലും ഇട്ടിട്ട് പോകും. നിങ്ങൾ എന്താ മനുഷ്യ വിചാരിച്ചിരിക്കുന്നത്? ഈ സച്ചി എന്ന ഇവൻ്റെ കൂടെ ഏതെങ്കിലും പെണ്ണുങ്ങൾ സമാധാനത്തോടു കൂടി ജീവിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ജീവിക്കുന്ന? ദേ എൻ്റെ മകനെ കുറ്റം പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ശ്രമിച്ച സച്ചി, അവനിപ്പം എന്താ ഗതി? അവൻ ഒറ്റാന്തടി ആയിട്ടിരിക്കണം. അവൻ എപ്പോഴും അടിച്ച് പൊളിച്ച് ഉള്ള പൈസ എല്ലാം കൂടെ ഇങ്ങനെ ദൂർത്തടിച്ച് കളയണം. അതുമാത്രമാണ് അവൻ്റെ ലക്ഷ്യം. അതേ ഉള്ളൂ അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എൻ്റെ പൊന്ന് രവിയേട്ടാ, ഞാൻ പറയുന്ന ഇനിയെങ്കിലും കേൾക്ക. അവളവിടെ പോട്ടെ, അവളുടെ വീട്ടിൽ പോയി അവൾ സുഖമായിട്ട് ജീവിക്കട്ടെ. വേണമെങ്കിൽ ഇത്ര ആഴ്ച ആയതല്ലേ ഉള്ളൂ, അവൾക്ക് വീണ്ടും ഒരു വിവാഹം കഴിക്കാം എന്നൊക്കെ നമ്മുടെ ചന്ദ്രയുടെ വക കുറേ ഇതൊക്കെ കേട്ട് നമ്മുടെ രവീന്ദ്രൻ എന്താ പറയുക, ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ചന്ദ്രയുടെ ഈ വാക്കുകൾക്ക് ഒരു മറുപടിയും ഇല്ല. സച്ചി ആയിക്കോട്ടെ, ഇപ്പോൾ രേവതി പോയാൽ എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? രേവതി പോയി കഴിഞ്ഞാൽ എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം, എനിക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ കയറി വന്നാൽ മതി, പാതിരാത്രി കയറി വന്നാൽ മതി എന്ന് മട്ടിലാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ആയിക്കോട്ടെ മകളെയും കൊണ്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ രേവതിയോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ മകളെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് വിടാൻ വേണ്ടി വരികയാണ് കേട്ടോ. ഏതായാലും വീട്ടിൽ തിരിച്ചെത്തി നമ്മുടെ രേവതിനെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. വരുമ്പം അച്ഛൻ അവിടെ ഉണ്ട്. ഏതായാലും വന്ന ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മിയാണ് മാപ്പ് ചോദിക്കുന്നത് രവീന്ദ്രനോട്. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മകളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നതിൽ. പക്ഷെ എന്ത് ചെയ്യാനാണ്, എൻ്റെ മകൾക്ക് ആ ഒരു വില മനസ്സിലായില്ല. എൻ്റെ മകൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഈ അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ മകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞങ്ങളെ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളാണ് ഇത്ര നല്ല രീതിയിൽ പൊക്കിക്കൊണ്ട് വന്നത്. ഒരിക്കലും ഞങ്ങൾ തളർന്ന് വാടിക്കിടന്ന് ഞങ്ങളെ നിങ്ങളല്ലേ ഉയർത്തിക്കൊണ്ട് വന്നത്. അതൊന്നും അറിയാതെയാണ് എൻ്റെ മോള് നിങ്ങളോട് വായി തോന്നുന്നൊക്കെ വിളിച്ച് പറഞ്ഞ് സംസാരിച്ചത്. അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, മോളെ രേവതി നീ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്ന് നമ്മുടെ രേവതി ഇറങ്ങിപ്പോയപ്പോൾ മുതൽ ആഹാരവും കഴിക്കാതെ പരവശപ്പെട്ടിരിക്കുന്ന നമ്മുടെ രവീന്ദ്രൻ അങ്ങനെ വെള്ളം എടുക്കാൻ പോയി. വെള്ളം എടുത്തുകൊണ്ട് വന്നു നമ്മുടെ രേവതി വെള്ളം എടുത്തുകൊണ്ട് വന്ന് അത് രവീന്ദ്രനും കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മോള് ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ലെങ്കിലും ലക്ഷ്മി, മോള് ചെയ്തത് തെറ്റല്ല, ഞാൻ ചെയ്തൊരു വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ ആ തെറ്റ് തിരുത്താനാണ് ഞാൻ നോക്കുന്നത്. ഒരിക്കലും ആ തെറ്റ് ഞാൻ
വേറൊരു രീതിയിലേക്ക് ആക്കില്ല മോളെ. കാരണം മോൾക്ക് ഈ അച്ഛനെ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞല്ലോ സച്ചി അവനൊരു എടുത്തുചാട്ടക്കാരനാണ്. അവൻ ആവശ്യത്തിന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ആ സ്വഭാവങ്ങളൊക്കെ ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നില്ലേ? മോൾക്ക് താങ്ങും തണലുമായിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ലേ? സച്ചിക്ക് വന്ന മാറ്റം എന്താണെന്ന് മോൾക്ക് അറിയുകയും ചെയ്യാം. അവന് പാതിരാത്രി കയറി വരുന്ന അവനിപ്പം നേരത്തെ കയറി വരാറില്ലേ? അങ്ങനെ പല പല മാറ്റങ്ങൾ അവനിൽ സംഭവിച്ചില്ലേ? അതുപോലെ തന്നെ ഇനിയും അവന് പല പല മാറ്റങ്ങളൊക്കെ സംഭവിക്കും മോളെ. അതുകൊണ്ട് മോൾ ഒരിക്കലും അവനെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം രണ്ട് വഴിക്കായി കഴിഞ്ഞാൽ അവിടെ തോറ്റുപോകുന്നത് ആരാണെന്ന് അറിയാമോ? ഈ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതാ നിങ്ങൾ ഒന്നിക്കാൻ. അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളും കാണുന്നുണ്ട്. അതെല്ലാം തകർത്തെറിഞ്ഞ് മോള് പോകരുതിനി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛാ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി കാലേ വീഴുകയാണ്. ഏതായാലും രവീന്ദ്രൻ ഒരിക്കലും മോള് അങ്ങനെ തെറ്റൊന്നും ചെയ്തില്ല, ഇത് പെൺകുട്ടി ചെയ്യാവുന്നത് മോള് ചെയ്തുള്ളൂ, സാരമില്ല മോള് ബാഗൊക്കെ കൊണ്ടുവയ്ക്കുകയെന്നും പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞയക്കുന്നു. റൂമിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി ഇനി വാരി കൂട്ടിയിട്ട് നമ്മുടെ രേവതിനെ കത്തിക്കാൻ പോകുന്നത്. കാരണം രേവതി റൂമിനകത്തേക്ക് ചെന്ന ഉടനെ ഇതെന്താ ഇത്ര പെട്ടെന്ന് വന്നോ? അല്ല നീ നിന്റെ വീട്ടിൽ നിൽക്കാൻ പോകുക പറഞ്ഞിട്ട് ഇത് എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് പോകുന്നത്? അല്ല നീ എന്തെങ്കിലും എടുക്കാൻ മറന്നുപോയോ? ഒന്ന് വിളിച്ച് പറയുമായിരുന്നു, ഞാനങ്ങ് കൊണ്ടു തരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി തുറച്ചു നോക്കുകയാണ് കേട്ടോ. അതെ, ഞാൻ എൻ്റെ മനസ്സാൽ വന്നതൊന്നുമല്ല, എൻ്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടാക്കിയതാ. ഓ നിൻ്റെ അമ്മ ചെയ്യുന്നതാണല്ലോ, നിൻ്റെ അമ്മ പറയുന്നതാണല്ലോ നീ കേൾക്കണത്. ഏതായാലുവേ ഈ തുണികളൊക്കെ പിറക്കി അലമാരയിലേക്ക് വെക്കാൻ നോക്കണ്ട. കാരണം ഇനി എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക, ഇനി എപ്പോഴാണ് ഇവിടെ നിന്ന് ഓടിപ്പോകുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തുണിയൊക്കെ അവിടെ ഇരിക്കട്ടെ, തുണിയൊക്കെ ആ ബാഗിൽ തന്നെ ഇരിക്കട്ടെ. അത് നമുക്ക് ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളെയൊക്കെ വഴക്ക് കൂടുമ്പോൾ കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ പറയുകയാണ്. ഏതായാലും നമ്മുടെ സച്ചി രേവതിനെ ആവശ്യത്തിന് എന്താ പറയുക ഇട്ടവിടെ കത്തിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ രേവതിക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ, തിരിച്ചു വന്ന് പോകുകയും ചെയ്തില്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ ചന്ദ്ര ആ ഒരു സമയത്ത് ആ വീട്ടിലില്ല. ചന്ദ്ര ഉണ്ടായിരുന്നുവെങ്കിൽ മിക്കവാറും നമ്മുടെ ലക്ഷ്മിനെ പറക്കം വിട്ടേനെ. അപ്പം നമ്മുടെ രേവതി വന്നത് അറിഞ്ഞിട്ട് ചന്ദ്ര സുതിയുമായിട്ട് സംസാരിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ അമ്മേനെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടത്തുള്ളായിരുന്നു എന്നൊക്കെ സുതിയോട് പറയുന്നുണ്ട്. ഏതായാലും സുതിയും പറയുന്നുണ്ട് അവൾ പോയപ്പോൾ ആശ്വസിച്ചിരുന്നതായിരുന്നു, ഇനിയിപ്പം അവളുടെ മുഖം കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സാരമില്ല മോനെ, നീ എന്തിനാ പേടിക്കുന്നത്? നിൻ്റെ വീടല്ലേ ഇത്, നീ അങ്ങനെ മാത്രം കണ്ടാൽ മതി, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. മോനെ ഏതായാലും കാല് കുറച്ച് ഭേദമായിട്ട് ജോലിക്കൊക്കെ പോയി തുടങ്ങുക, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ജിന്യൂസ് വേൾഡിൻ്റെ കാര്യം മറക്കരുത്. അതിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ, അതുപോലെ തന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാൻ പറ്റും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.